ബേസിക്സിലെ ഞങ്ങളുടെ വാറ്റിക്കൻ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വാറ്റിക്കനകത്ത് നമ്മൾ മേലിലെ ഡോമിൽ കയറാൻ പറ്റിയൊരു വീഡിയോ ആണ്. അതിന് മുമ്പുള്ള ലൈനാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എലിവേറ്റർ വഴി ഞങ്ങൾ 3 പേരാണ് പോയത്. ഞാനും എൻ്റെ 2 പിള്ളേരും. ഞങ്ങൾ എലിവേറ്റർ വഴി 300 സ്റ്റെപ്സ് വരെ എത്തി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഞങ്ങൾ കയറുവാണ്. അതിന് ഈ സ്റ്റെപ്സ് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സാണ്. കാണാൻ പറ്റും നമ്മൾ കയറി ചെല്ലുമ്പോൾ, മുകളിലോട്ട് ചെല്ലുമ്പോൾ നാരോ ആയിട്ട് തന്നെ വരികയാണ്. ചിലർക്കത് ക്ലസ്റ്റർഫോബിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ പോകാം എന്ന് തന്നെ പ്ലാൻ ചെയ്താണ് പോയത്. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഒരു ഓപ്ഷനും ഇല്ല, അങ്ങ് വരെ എത്തിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നിന്ന് പോകാം എന്ന് തന്നെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ കയറിയത്. പിന്നെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, നമുക്കൊന്ന് നിന്ന് അധികം നിൽക്കാൻ പറ്റില്ല. പുറകിൽ വരുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ മാറിക്കണം. കണ്ടോ, ഇപ്പോൾ വരുമ്പം ഈ സ്റ്റെപ്സ് വീണ്ടും നാരോ. ഇപ്പം റോളി അവിടെ നിൽക്കുന്ന ഒരു സ്ഥലം കാണുന്നതാണല്ലേ, അവിടെ അങ്ങനെ ഒരു ചെറിയൊരു സ്പേസാണ് നമുക്കവിടെ നിൽക്കാൻ. ഞങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി അവിടെ നിന്നിരുന്നു. അവർ ഞങ്ങൾ വന്നപ്പോൾ മാറി തന്നു. അവർ കയറിപ്പോയപ്പോൾ ഞങ്ങൾ 5 മിനിറ്റ് നിന്ന് പുറകെ ഞങ്ങൾക്ക് ആളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഇതൊക്കെ നീങ്ങാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടോ, അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും പുറത്തെ ഡോം. ആ ഡോമാണ് നമ്മൾ ആ 200 സ്റ്റെയർസ് എലിവേറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ കാണുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും മേലോട്ട് കയറുക. ഇപ്പോൾ സ്റ്റെപ്സിൻ്റെ വീതി കുറഞ്ഞു, ഇതൊക്കെ കുറഞ്ഞു വന്നു. ഞങ്ങൾക്ക് മുന്നിൽ പോകുന്ന ഞങ്ങളുടെ കൊച്ചവനാണ്. അവന് നല്ല ഹാപ്പി ആയിട്ട് മുന്നിൽ പോകുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് മേലോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന്. അങ്ങനെ ഞങ്ങൾ പിതുക്കെ പോയി. ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ട് നമുക്കവിടെ നിൽക്കാൻ. അപ്പോൾ വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും തീരെ നാരോവായി. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരാൾക്ക് കഷ്ടിച്ച് മുകളിലോട്ട് കയറാനുള്ള സ്പേസാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയും വേണേൽ നമുക്ക് നിൽക്കാം. ഞങ്ങളുടെ പുറകിൽ ഇപ്പോൾ ആൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും കയറി. ഞങ്ങളുടെ കൊച്ചവൻ്റെ ഒരു പരിപാടിയാണ്, പോകുന്ന വഴിക്ക് മൊത്തം അവൻ്റെ ഗ്ലൗസ് കളഞ്ഞിട്ട് പോകാന്നുള്ളത്. താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് തല ഇറങ്ങുന്നതായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ വെള്ളം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നു എങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം നമുക്കിവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങാനോ എക്സിറ്റ് എടുക്കാനോ ഒരു ഓപ്ഷനും ഇല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ റോഹനെ മേളിലോട്ട് പറഞ്ഞു വിട്ടു. കാരണം ചെറിയ നമ്മൾക്ക് കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേളിലോട്ട് പറഞ്ഞു. ഓൾമോസ്റ്റ് എത്താറായി എന്ന് വിചാരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് എത്താറാകുമ്പോൾ തീരെ സ്പേസ് ഇല്ല. ഞാൻ ക്ഷീണിച്ചു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ചെറിയ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി. പക്ഷേ സംഭവം കുഴപ്പമില്ല, ഞങ്ങളങ്ങനെ മേളിലെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ട് മിസ്സിങ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിപ്പോൾ ഇല്ല. ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നല്ലതായിട്ട് കയറി പിടിച്ചാണ് മേളിലോട്ട് കയറുന്നത്. അങ്ങനെ മേളിലെത്തുമ്പം നമ്മൾ കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഓൾ അറൗണ്ട് റൂം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ആ സ്ഥലങ്ങൾ കണ്ടു. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ജോർജിനെയും ബ്രീസിനെയും മേളിൽ നിന്ന് കണ്ടു. അപ്പം ഞങ്ങൾക്ക് താഴെ ആ പാട്ടിലെ കടം ഞങ്ങളിന്ന് ക്ഷീണിച്ച് 10 മിനിറ്റ് ഒന്ന് ഇരുന്നു. സത്യം പറഞ്ഞാൽ ഇരുന്നേല വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ച അത്രയും വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് മേളിൽ കയറാൻ പറ്റും. ചിലർക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയില്ല. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഫുൾ റൂം കണ്ടു. ഇതൊരു വൺ ടൈം ഒരു സംഭവമായിരുന്നു. ആദ്യത്തെ തവണ ഞങ്ങൾ 2005 പോയപ്പോൾ ഞങ്ങളിവിടെ കയറിയില്ല. അന്ന് കയറാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞങ്ങളത് കയറി. അപ്പോൾ ശരിക്കും സന്തോഷമായി. അന്ന് ഞാനും ജോർജും മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ഞാനും ജോർജ് 3 പിള്ളേരും ഞങ്ങളെല്ലാം കൂടി ഈ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു. ഇത് ഫുൾ റൂമാണ്, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് ഫുൾ റൂം തന്നെ നമുക്ക് കാണാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ രസകരമായ കഥ. ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ കാണാം, കയറ് പിടിച്ചാണ് താഴെ ഇറങ്ങുന്നത്. ഈ പാട്ടാണ് നേരത്തെ നമ്മൾ മിസ് ചെയ്തത്, കയറിയെടുത്ത്. പക്ഷേ ഇത് ഇപ്പോൾ കയറ് പിടിച്ച് തിരിച്ച് കയറി നമ്മൾ കയറിയ വഴി കൂടെ തന്നെയല്ല ഇറങ്ങുന്നത്. ഇത് വേറെ വഴിയാണ്. കയറിയ വഴി കൂടെയേ അല്ല ഇറങ്ങുന്നത്. ഇപ്പോൾ ഇറങ്ങാൻ നേരത്ത് നല്ല സൂക്ഷിച്ച് ഞങ്ങൾ ഇതൊക്കെയാണ് ഇറങ്ങുന്നത്. സ്റ്റെപ്സ് കാണാമല്ലോ. ഇതിൽ നാരോ ആയിരുന്നു. മേലോട്ട് കയറിയപ്പം ഇത്
നല്ല നേരമാണ്. ഈ പാട്ട് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ കാണാൻ പറ്റിയില്ല. എന്നിട്ട് അവിടെ എത്തി. ഞങ്ങളങ്ങനെ ഇനിയും താഴോട്ട് പോവാണ്. ഇനി വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി. ഇവിടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഇച്ചിരി വീതിയായിട്ട് ലാസ്റ്റ് കണ്ട ഒരു സ്റ്റെപ്സിൻ്റെ വീതി. പക്ഷേ അത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള പിക്ചറിൽ അതില്ല. പക്ഷേ ഇറങ്ങിയപ്പോൾ പിക്ചർ ഇടയിലുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിട്ടില്ല. പക്ഷേ ഇറങ്ങി വന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിത് കാണുന്നത്. ഇത് നമ്മൾ ശരിക്കും കുത്തനെയുള്ള പിക്ചറാണ്. അങ്ങനെ പിന്നെ വീണ്ടും സ്മോൾ നാരോ ഇതായി. തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജാക്കറ്റായിട്ടിരിക്കുന്നത്. ജാനുവരി ആയതുകൊണ്ട് എല്ലാവരും ജാക്കറ്റാണ്. ഇവിടെ കാണാൻ എനിക്ക് കറക്റ്റ് ഇറങ്ങാൻ പറ്റിയൊരു രീതിയാണ്. അപ്പം ഇവിടെ പിന്നെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. വീണ്ടും താഴോട്ട് പോകുന്തോറും ഇതിൻ്റെ വീതി ചെറിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമുക്ക് ഇറങ്ങുമ്പോൾ അത് ഫീൽ ചെയ്യും. നല്ല കുത്തനെയാണ് താഴോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും പേടി എനിക്ക് തോന്നിയില്ല. ഞാൻ ശരിക്കും പേടിച്ചാണ് അങ്ങോട്ട് കയറി. പോകുന്നില്ല എന്ന് പറഞ്ഞാണ്. റോളി എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, മമ്മി വന്നേ പറ്റൂ, ഇത് ലൈഫ് ടൈം തിങ്ങാണ്, മമ്മിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കൊച്ചവൻ എൻകറേജ് ചെയ്ത് കയറിപ്പോയതാണ്. ശരി, ഞാൻ കയറുന്നില്ല എന്ന് വിചാരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് അവന് പോട്ടെ, അവനൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊരു എന്തോ പോലെ തോന്നി. അതുകൊണ്ടാണ് 2 മിനിറ്റ് നിന്ന്. കാരണം മേലിൽ നിന്ന് ഇറങ്ങി വന്ന് കുത്തനെ ഇറങ്ങുന്ന താഴോട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് 2 മിനിറ്റൊക്കെ നിന്നിട്ടാണ് ഇറങ്ങുന്നത്. ഞാൻ അവനോടും പറഞ്ഞു ഇതൊക്കെ ഇറങ്ങിയാൽ മതിയെന്ന്. കാരണം എനിക്കൊരു ചെറിയ പേടി, വീഴുവെല്ലാം ചെയ്തല്ല, നേരെ കുത്തനെ താഴോട്ടല്ലേ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇറങ്ങുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, ഇച്ചിരി താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഇച്ചിരി ഇത് തോന്നും. അത്രയൊക്കെ സ്മോൾ നാരോ വരിയാണ്. ഞാൻ അവരോട് ഇതൊക്കെ പോകാൻ പറയുന്നതുകൊണ്ടാണ്. അവൻ പോകാൻ റെഡിയാണ് ഫാസ്റ്റായിട്ട്, കണ്ടോ. പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും റോമിൽ പോവുകയാണെങ്കിൽ ഡോമിൽ കയറാനൊരു ദിവസം നോക്കുക. ഒരു ദിവസത്തെ ഇതാണ്. റോമിലെ വാറ്റിക്കനിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. ഞങ്ങൾ രാവിലെ 9 മണിക്കെത്തി. വൈകിട്ട് രാത്രിയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. 9 മണിക്ക് അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു. ഇനിയിപ്പോൾ ഇതടുത്ത സ്റ്റേഴ്സാണ്, റൗണ്ട് സ്റ്റേഴ്സ്. ഇതുവഴി ഇറങ്ങി വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 9 മണിക്ക് ഇറങ്ങി ഞങ്ങൾ രാവിലെ അവിടെ വന്നു. കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അപ്പം തന്നെ അകത്ത് കയറി. കാരണം ഞങ്ങളോട് ആരോ പറഞ്ഞിരുന്നു ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ പറ്റത്തില്ല, കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലൈനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ അകത്ത് കയറി. 11:45 പോപ്പിനെ കാണുന്നതിന് മുമ്പ് ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോങ് ലൈനിൽ നിൽക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാർട്ട്. ഇത് തീരെ നാരമാണ്. ഇനി അങ്ങോട്ട് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു പാത്വേയാണ്. നമുക്കിത് കാണുമ്പോൾ ഈസിയാണല്ലോ എന്ന് വിചാരിക്കും. പെട്ടപ്പെട്ടാ നമ്മൾ താഴോട്ട് പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ 9 മണിക്ക് അവിടെ ചെന്നെങ്കിലും 11:45 പോപ്പിനെ കാണുന്നതിന് മുമ്പിന് താഴെ ഇറങ്ങി ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ 300 സ്റ്റെപ്സിൻ്റെ അവിടെ വരെ എത്തി. ഇതിപ്പോൾ നമുക്ക് എലിവേറ്ററിലാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പാർട്ടുണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ആരെങ്കിലും താഴെ എത്തുമ്പോൾ നമ്മൾ മേളിൽ ബാത്റൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് എത്തിയാൽ ഒരു ബാത്റൂമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പിക്ചേഴ്സൊക്കെ എടുക്കാം. ഇവിടെ വെച്ച് ഞങ്ങളൊരു മലയാളിയും പരിചയപ്പെട്ടു. ഞങ്ങൾ വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ ഒരു മലയാളി വന്ന് ചോദിച്ചു, നിങ്ങൾ മലയാളികളാണോ? ഇവിടെ ചെന്നാലും നമ്മൾ മലയാളത്തിൽ വർത്തമാനം പറയുമ്പോൾ മലയാളികൾ വന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു മലയാളിയെ കണ്ടു, സന്തോഷം തോന്നി. ഞങ്ങൾ ഇവിടെ വെച്ച് കുറേ വീഡിയോ എടുത്തു. ഇവിടെ ഒരു നല്ലൊരു വ്യൂസ് ഉണ്ട് കാണാനായിട്ട്, അത് നല്ലൊരു വ്യൂ ഉണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. ഇതാണ് ഫൈനൽ ഔട്ട് താഴെ വന്നപ്പോൾ. ഇനിയുണ്ട് പാർട്ട് 2.